താലൂക്കിന് പ്രാദേശിക അവധി അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മൂലം വള്ളംകളി ദിവസം കുട്ടനാട് താലൂക്കിന് പ്രാദേശിക അവധി അനുവദിക്കുന്ന കാര്യം സർക്കാർ പരിശോധിച്ച് തീരുമാനിക്കുന്നു. നമസ്കാരമുണ്ട്. നമ്മുടെ പ്രേക്ഷകർ ഇത് ശ്രദ്ധിച്ചു കാണും. നമ്മുടെ മുഖ്യമന്ത്രി നിയമസഭയിൽ തൻ്റെ സ്വന്തം പാർട്ടിയിൽപ്പെട്ട ഒരു MLA അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ നടത്തുന്ന ഒരു വള്ളംകളിയുമായി ബന്ധപ്പെട്ട് പ്രാദേശിക അവധി ആവശ്യമുണ്ടെന്നുള്ള ഒരു ഡിമാൻഡ് സർക്കാരിൻ്റെ മുമ്പിൽ വെച്ചതിന് അത് പരിഗണിക്കാമെന്ന് പറഞ്ഞ് ആൾ സീറ്റിലിരുന്ന് തൊട്ടടുത്തിരുന്ന മറ്റൊരു മന്ത്രിയോട് പറയുന്നത് എന്താണ്? ഒരിക്കലും കൊടുക്കാൻ പോണില്ല. എങ്ങനെ ഒരാൾക്കിത് കഴിയുന്നത്? പുറത്തേക്ക് MLAയോട് ഒരു മറുപടി പറയുക, അത് ജനങ്ങളോടാണല്ലോ സംസാരിക്കുന്നത്. ജനങ്ങളോട് പറഞ്ഞിട്ട് മനസ്സിലിരിപ്പ് മറ്റേതാണെന്ന് പറയുന്ന ഒരവസ്ഥ എങ്ങനെയാണ് ജനം അറിഞ്ഞത്? മൈക്കിലത് കേൾക്കുന്നു. ഒരിക്കലും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ പോലെ. അതങ്ങ് നടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പ്രാദേശികമായ ഒരു കാര്യമല്ലേ, അതല്ലേ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുക എന്നുള്ളതല്ലേ ജനങ്ങളോട് ചെയ്യേണ്ടത്. ഇത് ജനങ്ങളോടാണ് മറുപടി പറയുന്നത്. MLAയോടാണ് മറുപടി പറയുന്നതെങ്കിൽ പോലും അത് കേരളത്തിലെ ജനങ്ങളോടാണ്, ആ പ്രദേശത്തെ ജനങ്ങളോടാണ്. അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത MLAക്ക് കൊടുക്കുന്ന മറുപടിയാണ്, അത് ജനങ്ങളോടുള്ള മറുപടിയാണ്. ഇത് മുഖ്യമന്ത്രിക്ക് അറിയാത്തതല്ലോ. അപ്പോൾ ഇതെന്താണ് ഈ തരത്തിലുള്ളത്? ഈ ഗവൺമെൻറ് വന്ന് ഒരു മാസമായിട്ടില്ല കേട്ടോ. ഇതിനകം തന്നെ എന്തെല്ലാം വിഷയങ്ങളാണ് ഇത് വിവാദത്തിൽപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതിന് ഒരു കയ്യും കണക്കുമില്ല. ആദ്യത്തെ തന്നെ ഏതായിരുന്നു? അളിയൻ നിയമനമായിട്ട് വേണ്ടാന്ന് വെക്കേണ്ടി വന്നു. പിന്നെ ഗവൺമെൻറ് ലീഡർമാരായിട്ടുള്ള ഒരു നിയമന വിവാദങ്ങൾ, അത് ഒരു വശത്ത് കിടക്കുന്നു. പിന്നെ ചീഫ് സെക്രട്ടറിയുടെ കാര്യം നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ, അതൊരു വിവാദമുണ്ട്. പിന്നെ PM ശ്രീ പദ്ധതിയുമായിട്ട് നേരത്തെ എടുത്ത നിലപാടിൽ നിന്ന് ഘടകവിരുദ്ധമായൊരു നിലപാടിലേക്ക് അങ്ങനെ പോകുന്നു. പിന്നെ ഇതാ പുതിയൊരു വിവാദം. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ച് ഒരു പ്രത്യേക കമ്പനിയെ സഹായിക്കുന്നു എന്നുള്ള ഒരു അഴിമതി ആരോപണവും ഒരു മാസത്തിനുള്ളിൽ തന്നെ കേൾക്കേണ്ടി വന്ന ഒരു സർക്കാരാണ്. ഏതൊരു സർക്കാരിനും പുതിയൊരു സർക്കാരിന് ഒരു മധുവിധു കാലമൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ഭാഗ്യം പോലും ഈ സർക്കാരിന് കിട്ടിയില്ല എന്നുള്ള വളരെ ദയനീയമായ ഒരു അവസ്ഥ കണ്ടിട്ട് മൂക്കത്ത് വിരൽ വയ്ക്കുക എന്നല്ലാണ്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമ്മുടെ പ്രേക്ഷകർക്കും തോന്നുന്നില്ലേ? വളരെ പ്രതീക്ഷയോടുകൂടി ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ കാലയളവിൽ സ്ത്രീകൾക്ക് KSRTC സൗജന്യ യാത്ര എന്നുള്ളതൊക്കെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ പുതിയതാണ്. അതിനെപ്പറ്റി വിവാദങ്ങളുണ്ട്. കാരണം ഒരു സ്ഥാപനത്തെ കരയ്ക്ക് കയറ്റിക്കൊണ്ടുവരുമ്പോൾ നഷ്ടത്തിനൊക്കെ നികത്തി പതുക്കെ വന്നുകൊണ്ടിരിക്കുന്നതിനെ വീണ്ടും വലിയൊരു എന്നേക്കുമായി നശിച്ചു പോകാവുന്ന രീതിയിലേക്ക് ആ സ്ഥാപനം പോകുമോ എന്ന ആശങ്ക ബാക്കി നിൽക്കുകയാണ് ഈ ഒരു സ്ത്രീ വിഭാഗങ്ങൾക്ക്, വനിതകൾക്ക് ഫ്രീ യാത്രയൊക്കെ അനുവദിച്ചിരിക്കുന്നത്. അതൊക്കെ വരും കാലത്തെ അത് എന്താണ് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇത്ര കുറഞ്ഞ കാലയളവിനുള്ളിൽ ഇത്ര അധികം വിവാദങ്ങളിൽപ്പെട്ട ഒരു പുതിയ സർക്കാർ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അറിവുള്ളവർ പറയുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇനി മുന്നോട്ട് പോക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളത് കണ്ടറിയണം. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ താങ്ക് യു.